എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന പറഞ്ഞതുപോലെ തന്നെ ദേവയാനി വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അനാമികയ്ക്ക് വില പിടിച്ച ഗിഫ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനാമിക പറയുന്നുണ്ട് 3 ബ്രാഞ്ച് നോക്കുന്നുണ്ട് അനി, എന്നിട്ടും ഇതുപോലൊരു ഗിഫ്റ്റ് എനിക്ക് തരാൻ അവന് തോന്നിയില്ല, പിന്നെ അവൻ കൊടുക്കും അവൻ്റെ കാമുകിക്ക് എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ഒന്ന് നിയന്ത്രിച്ച് ദേവയാനി പറയുവാണ്, മോളെ അങ്ങനെയൊന്നും പറയരുത്, മോൾ അവനെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിച്ച് നോക്കി, ഇതെല്ലാം മറന്നിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നന്ദുവും നയനയും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം നയന പറയുന്നുണ്ട്, ഇനിയിപ്പം ഞാൻ അനിയിൽ നിന്ന് അകന്നു പോയാലും അനാമികയും അനിയും തമ്മിൽ ഇനി ഒന്നിക്കാനോ നല്ലൊരു കുടുംബജീവിതം നയിക്കാനോ പോകുന്നില്ല. നിങ്ങൾക്കൊരിക്കലും അവർ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ സാധിക്കത്തുമില്ല എന്ന് നന്ദു നയനയോട് തുറന്നു പറയുന്നുണ്ട്. നയന അത് കേട്ട് ഇങ്ങനെ അന്തിച്ച് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആദർശ് പറയുവാണ്, അവൾ എവിടെ പോയാലും എങ്ങനെ പോയാലും എനിക്കറിയേണ്ട കാര്യമേ ഇല്ലയെന്ന്. അത് ആദർശ് പറഞ്ഞത് നയനെ പറ്റിയാണ്. നയന ഇത്രയും വലിയ കള്ളത്തരം ആദർശിനോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ദേവയാനി നയനെ ചീത്ത പറഞ്ഞുകൊണ്ട് നടന്ന സമയത്തും ആദർശാണ് നയനയുടെ ഒപ്പം നിന്നത്, പലപ്പോഴും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദർശ് നയനോട് പറഞ്ഞിട്ടുമുണ്ട് ആദർശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നയനയും ദേവയാനിയും ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുന്നത് എന്ന്. അപ്പോൾ ദേവയാനി അറിയാതെ ആദർശിനോട് നയനയ്ക്ക് ഈ കാര്യം പറയാമായിരുന്നല്ലോ. ഏതായാലും ആദർശ് കട്ടക്കലിപ്പിൽ